ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മുട്ടയും ഗ്രീൻ പീസും കൂടെ വെച്ചിട്ടുള്ളൊരു കുറുമയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ മുട്ടയും അതുപോലെ ഗ്രീൻ പീസൊക്കെ തനിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മുട്ട ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം നന്നായിട്ട് കഴുകിയെടുത്താണ്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേകാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് തീ കത്തിച്ച് കൊടുക്കാം. ഇതിനി ഒരു 6-7 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേറെ എന്തൊക്കെ ഇതിലേക്ക് വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് വേണം. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനൊരു 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് മല്ലിയിലയും വേണം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടുതൽ അങ്ങോട്ട് കട്ടിയുള്ളതുമല്ല, അതുപോലെ കുറേ ലൂസായതുമല്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചതച്ച് ചേർക്കണം. അപ്പോൾ ഞാൻ ഈ വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. 2 ഏലക്ക, 2 ഗ്രാമ്പു, അതുപോലെ ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികളെ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഈ കറിക്കൊരു ചെറിയൊരു പുളിപ്പ് വേണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ തക്കാളി എന്തായെന്നൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഞാനപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. കുറച്ചുകൂടെ നല്ലത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ്. മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചോളും. പിന്നെ ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിന് ഒരു 5 മുട്ട വരെ എടുക്കാം. നമുക്ക് കറി മുട്ടയുടെ മേലെ കൂടെ ഒക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 6 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഗ്രീൻ പീസൊക്കെ മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ പാലൊഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതിനെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം അത് അടച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.